നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് രാഹുദശാകാലത്തെ പറ്റിയാണ്. രാഹുവിനെയും കേതുവിനെയും ഛായാഗ്രഹമെന്നും തമോഗ്രഹമെന്നുമാണ് അറിയപ്പെടുന്നത്. സൂര്യാദി ഗ്രഹങ്ങളെ പോലെ തന്നെ ആകൃതിയോ രൂപമോ ഉള്ളവരല്ല രാഹുകേതുക്കൾ. അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് രാശിചക്രത്തിൽ പ്രത്യേകം രാശികൾ നൽകാത്തതും രാശ്യാധിപത്യം ഇല്ലാത്തതും. ചന്ദ്രന്റെയും ഭൂമിയുടെയും ഭ്രമണമാർഗങ്ങൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ മാത്രമാണ് രാഹുകേതുക്കൾ. ചന്ദ്രഗ്രഹണത്തിനും സൂര്യഗ്രഹണത്തിനും ഈ രണ്ട് ബിന്ദുക്കൾ തന്നെയാണ് കാരണക്കാർ. രാഹുവിനെ പാമ്പിന്റെ തലയായും കേതുവിനെ ഉടലുമായാണ് കണക്കാക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള കഥകളും നിലവിലുണ്ട്. പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായിട്ടാണ് രാഹുകേതുക്കളെ വിവരിച്ചിട്ടുള്ളത്. മേടം, ഇടവം, കർക്കിടകം, വൃശ്ചികം, കുംഭം, കന്നി എന്നീ രാശികളിലും 10ാം ഭാവത്തിലും രാഹു ബലവാനാണ്. രാഹുവിനെ ശനിയോടും കേതുവിനെ ചൊവ്വയോടുമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യം രാഹുവിനാണ്. രാഹുദശാകാലം 18 വർഷമാണ്. 360 ഡിഗ്രിയുള്ള ഒരു രാശിചക്രത്തിൽ 30 ഡിഗ്രിയുള്ള ഒരു രാശി കടന്നു പോകാൻ രാഹു 1.5 വർഷം സമയമെടുക്കുന്നു. അന്യഭാഷാ പഠനം, ചെപ്പടി വിദ്യ, ഔഷധപ്രയോഗം, വൈദ്യജോലി, ത്വക്കുരോഗങ്ങൾ, സർപ്പം തുടങ്ങിയവയുടെ എല്ലാം കാരകൻ രാഹുവാണ്. അതിനാൽ അവയെല്ലാം തന്നെ രാഹുവിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. രാഹു ഏത് രാശിയിൽ നിൽക്കുന്നുവോ, ഏത് ഗ്രഹത്തോട് ചേരുന്നുവോ അവരുടെ ഫലങ്ങളായിരിക്കും രാഹു ജാതകന് നൽകുന്നത്. ശുഭക്ഷേത്രത്തിൽ നിന്നാൽ ശുഭഫലങ്ങളും പാപക്ഷേത്രത്തിൽ നിന്നാൽ പാപഫലങ്ങളും നൽകുമെന്നാണ്. രാഹുകേതുക്കൾ പാപഗ്രഹങ്ങളാണെന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഫലദാന വിഷയത്തിൽ അങ്ങനെയല്ല. ശുഭനോട് ചേർന്നാൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ശുഭഗ്രഹത്തിന്റെ ശുഭത്വം കവർന്നെടുത്ത് ജാതകന് രാഹു നൽകുമെന്നാണ്. രാഹുദശയിൽ എല്ലാ കാര്യത്തിനും സുഖക്കുറവും പലവിധ രോഗങ്ങളും, പ്രത്യേകിച്ച് ചൊറി, ചിരങ്ങ് തുടങ്ങിയവ പോലെ ഭാര്യാപുത്രാദി വിയോഗവും, ബാല്യത്തിലാണെങ്കിൽ ദുരിതവും, വിദ്യാഭ്യാസ തടസ്സങ്ങളും, വാർദ്ധക്യത്തിലാണെങ്കിൽ കണ്ണ്, പല്ല് തുടങ്ങിയവ സംബന്ധിച്ച രോഗങ്ങൾ, സ്ഥാനഭ്രംശം, അന്യദേശവാസം, കുടുംബത്തിൽ നിന്നും വേർപിരിയൽ, അധികാരനഷ്ടം, വിഷഭയം, കള്ളന്മാരാൽ ഭയം തുടങ്ങിയ വിഷമങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെ അനിഷ്ടഫലങ്ങളെ മാത്രം കൊടുക്കുന്നവനാണെങ്കിലും രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായാൽ പല വിധത്തിലുള്ള ശുഭഫലങ്ങളെയും നൽകുമെന്നുള്ളതാണ്. ജാതകത്തിൽ മേടൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ഭാര്യ, സമ്പത്ത്, വിദ്യ, കാര്യസാധ്യം തുടങ്ങിയവ ലഭിക്കുമെന്നാണ്. ഇടവത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് വിദ്യാവിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, മനസ്സന്തോഷം എന്നീ ഗുണങ്ങളും സാമ്പത്തിക നഷ്ടം സംഭവിക്കുക എന്ന ദോഷഫലത്തെയും അനുഭവിക്കേണ്ടി വരും. മിഥുനത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ഭാര്യയുടെ ധനം ലഭിക്കും. സഹോദരങ്ങളുമായി ശത്രുത, സ്ഥാനചലനം തുടങ്ങിയവ സംഭവിക്കുമെന്നാണ്. കർക്കടകത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ആദ്യം അല്പം ഭാഗ്യവും പിന്നീട് ഭാഗ്യവർദ്ധനവും ധനലാഭവും വന്നു ചേരുന്നതാണ്. ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ധനധാന്യാദികളുടെ ലാഭവും, പുത്രക്ലേശം, ബുദ്ധിജാള്യത, ജയിൽവാസം തുടങ്ങിയവ ക്ലേശാനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരും. കന്നിയിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ആദ്യഘട്ടത്തിൽ പലവിധ ദുഃഖങ്ങളും, സ്വജനങ്ങളുമായി നാശം, ധനനഷ്ടം തുടങ്ങിയവ അനുഭവത്തിൽ വന്നു ചേരും.
പിന്നീട് സുഖം, ധനം എന്നിവ ലഭിക്കുന്ന അനുഭവങ്ങളായിരിക്കും. തുലാം രാശിയിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് പൊതുവെ ദുരിതകാലമായിരിക്കും. ഉന്മാദം, അപസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങളും ഭാര്യയ്ക്ക് രോഗങ്ങൾ, ദേഹദുരിതം എന്നീ ദോഷഫലങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. തുലാത്തിൽ നിൽക്കുന്ന രാഹു യുവതികൾക്ക് വിവാഹം നടക്കുന്ന കാലമാണ്. ദശയുടെ അവസാന ഘട്ടത്തിൽ പിതാവിന് ദോഷകരങ്ങളായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. വൃശ്ചികത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് വിദേശഗമനം, മാനസിക അസ്വസ്ഥത, പിതാവിനോ ജാതകനോ നാശം എന്നീ ദോഷഫലങ്ങളും സർക്കാർ സംബന്ധിയായ ഗുണാനുഭവങ്ങളും വന്നുചേരും. ധനുവിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് പിതാവിനോ സഹോദരനോ ദോഷകരമാണ്. എന്നാൽ ഉന്നത പദവി, സുഖം, ധനം, ഉദ്യോഗലാഭം എന്നീ ഗുണാനുഭവങ്ങളും വന്നുചേരും. മകരത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ധർമ്മകാര്യങ്ങൾ ചെയ്യാനിടവരും. ദശയുടെ അവസാന ഘട്ടത്തിൽ ക്ഷേമകരവും സന്തുഷ്ടകരവുമായിരിക്കും. കുംഭത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് അല്പമായ ധനലാഭമുണ്ടാകും. എന്നാൽ രാഹു ശുക്രനോട് ചേരുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഭാഗ്യവും സമ്പത്തും സുഖവും വർദ്ധിക്കും. രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്താലും ശ്രേഷ്ഠഫലങ്ങളായിരിക്കും ജാതകന് ലഭിക്കുന്നത്. മീനത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് എല്ലാവിധ സുഖങ്ങളും ധനാഭിവൃദ്ധികളും ലഭിക്കും. ദശാകാലത്ത് അവസാന ഘട്ടത്തിൽ കഷ്ടതകളായിരിക്കും ഫലം. പല വിധത്തിലുള്ള സമ്പത്ത് നാശം സംഭവിക്കുമെന്നാണ്. രാഹുദശയിൽ ആദ്യം ദുഃഖങ്ങളും പിന്നീട് സുഖവും ധനലാഭവും യശസ്സും, അവസാന ഘട്ടത്തിൽ പിതാവിനും പുത്രനും ദോഷകരങ്ങളായ അനുഭവങ്ങളും വന്നു ചേരുമെന്നുള്ളതാണ്. 18 വർഷമുള്ള രാഹുമഹാദശാകാലത്ത് 2 വർഷവും 8 മാസവും രാഹുവിൻ്റെ തന്നെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് മാനസിക വിക്ഷോഭങ്ങൾ, കലഹം, കളത്ര ദുരിതം, വിഷഭയം, ത്വക്കുരോഗം, ധനനഷ്ടം എന്നിവ ഫലമായി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. സർപ്പബലി, ദുർഗാമന്ത്രജപം, സർപ്പപ്രതിമ സമർപ്പിക്കൽ തുടങ്ങിയ ദോഷപരിഹാര കർമ്മങ്ങൾ ഇക്കാലത്ത് അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്ത 2 വർഷവും 4 മാസവും വ്യാഴത്തിന്റെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് ശത്രുനാശം, രോഗശാന്തി, ധനലാഭം, പുത്രലാഭം, വിവാഹലബ്ധി. ജാതകത്തിൽ വ്യാഴം അനിഷ്ടസ്ഥിതിയാണെങ്കിൽ വിപരീത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി വിഷ്ണു പ്രതിമാദാനം, ശിവപൂജ തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്ത 2 വർഷവും 10 മാസവും ശനിയുടെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് രോഗങ്ങൾ, വീഴ്ച, ദാമ്പത്യകലഹം, അപവാദം, വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ എന്നിവയായിരിക്കും ഫലങ്ങൾ. ദോഷപരിഹാരമായി ശനിശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്ത 2 വർഷവും 6 മാസവും ബുധന്റെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരുമായി ഐക്യം, ഭാര്യാഗുണം, ധനലാഭം എന്നിവയായിരിക്കും ഫലം. ബുധൻ അനിഷ്ടസ്ഥിതിയിലാണെങ്കിൽ വിപരീത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി വിഷ്ണു സഹസ്രനാമജപം നടത്താവുന്നതാണ്. അടുത്തതായി വരുന്ന 1 വർഷം കേതുവിന്റെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് അപകടങ്ങൾ, വിഷബാധ, ശത്രുദോഷം, ധനഹാനി, അഗ്നിഭയം തുടങ്ങിയവ അനുഭവിക്കേണ്ടി വരും. അടുത്ത് വരുന്ന 3 വർഷം ശുക്രന്റെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് വാഹനലാഭം, വിവാഹം, വിദേശയാത്ര, സ്വജനങ്ങളുമായി കലഹം, രോഗം എന്നിവയൊക്കെയായിരിക്കും ഫലം. ഈ അപകാരകാലത്ത് ദോഷപരിഹാരമായി ദുർഗാപൂജയും ലക്ഷ്മി പൂജയും നടത്താവുന്നതാണ്. അടുത്തതായി വരുന്ന
10 മാസം സൂര്യന്റെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് ശത്രുദോഷം, പിത്തരോഗങ്ങൾ, കണ്ണിനസുഖം, അഗ്നിഭയം, വിജയം, പദവി ഇവയൊക്കെയായിരിക്കും ഫലം. ദോഷപരിഹാരമായി ആദിത്യ നമസ്കാരം തുടങ്ങിയ സൂര്യശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അടുത്തതായി വരുന്ന 1 വർഷവും 6 മാസവും ചന്ദ്രാപകാരകാലമാണ്. ഈ അപകാരകാലത്ത് മനോദുരിതം, ക്ലേശങ്ങൾ, ഭാര്യാദുരിതം, സമുദ്രയാത്ര, ധനനാശം എന്നിവയായിരിക്കും ഫലം. ദുർഗാദേവി ഭജനം തുടങ്ങിയ ചന്ദ്രദോഷ പരിഹാര കർമ്മങ്ങൾ ഈ അപകാരകാലത്ത് അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്തതായി വരുന്ന 1 വർഷക്കാലം ചൊവ്വയുടെ അപകാരകാലമാണ്. ഈ അപകാരകാലത്ത് അപകടങ്ങൾ, അധികാരികളുടെ കോപം, അഗ്നിഭയം, ഭാര്യാവിരഹം, ദുഃഖം എന്നിവയായിരിക്കും ഫലം. പരിഹാരമായി കുജദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. 3, 6, 10, 11 എന്നീ ഉപജയസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് രാഹു കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നത്. ശ്രേഷ്ഠമായ സ്ഥാനം 11ലാണ്. 10ാം ഭാവത്തിൽ ശുഭനോട് ചേർന്ന് നിന്നാൽ മാത്രമേ രാഹു ഗുണഫലങ്ങൾ നൽകുകയുള്ളൂ. ഈ 4 ഭാവങ്ങളിലൊഴികെ ബാക്കിയുള്ള 8 ഭാവങ്ങളിലും രാഹു അനിഷ്ടപ്രദനാണ്. എങ്കിൽ പോലും രാഹു നിൽക്കുന്ന രാശി അനുകൂലമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. രാഹുവിന് ക്രൂരഗ്രഹങ്ങളുടെ പട്ടികയിലാണ് സ്ഥാനം. എങ്കിലും ശുഭഗ്രഹങ്ങളുടെ ഫലവും രാഹു നൽകാറുണ്ട്. നല്ലതാണെങ്കിൽ രാഹുവിനെ പോലെ മറ്റൊരു ഗ്രഹമില്ല എന്ന് തന്നെ പറയാം. ബലവാനായ ശുഭനോട് യോഗം ചെയ്താൽ രാഹുവിന്റെ ദശാകാലം വളരെ ശോഭനമായിരിക്കും. ഇത് രാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ പാവനോട് ചേർന്നാൽ രാഹു കഠിനമായ പാവനായും തീരുമെന്നുള്ളതാണ്. 3, 6, 11 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന രാഹു ദീർഘായുസിനെ കൊടുക്കുന്നവനായിരിക്കും. രാഹു എവിടെ നിന്നാലും ആരുടെ കൂടെ നിന്നാലും രാഹുവിന്റെ ദൃഷ്ടി പതിയുന്നിടം ഇങ്ങനെയൊക്കെ ദോഷകരങ്ങളാണ്. രാഹു നിൽക്കുന്ന രാശിയുടെ 5, 7 എന്നീ രാശികളിലേക്ക് പൂർണ്ണദൃഷ്ടിയും 3, 11 രാശികളിലേക്ക് പ്രത്യേക ദൃഷ്ടിയുമുണ്ടെന്നാണ്. ഉച്ചത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് ഭൂമിലാഭം പോലുള്ള നല്ല ഫലങ്ങളെ ലഭിക്കുമെന്നുള്ളതാണ്. അമിതവും അകാരണവുമായ ഭയം, ഉത്കണ്ഠ, മതിഭ്രമങ്ങൾ എന്നിവ രാഹു ജാതകത്തിൽ അനിഷ്ടസ്ഥിതിയാണെങ്കിലുള്ള ഫലങ്ങളാണ്. ഇവർ പെട്ടെന്ന് വികാരഭരിതരാകുന്ന പ്രകൃതക്കാരായിരിക്കും. ഇവർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നവരുമായിരിക്കും. ജീവിതത്തിന്റെ നല്ല കാലം കടന്നുപോകുന്നതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല എന്നതാണ്. നീച സ്ത്രീകളുമായി രഹസ്യബന്ധങ്ങൾ, നീചജനങ്ങളുമായി സഹവാസം, മല, കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഏകാന്തവാസം നടത്താൻ ആഗ്രഹമുള്ളവരായിരിക്കും. കുനിഞ്ഞു നോക്കി നടക്കുന്ന സ്വഭാവം, കള്ളം പറയുക, സംസാരിക്കുമ്പോൾ അന്യഭാഷകൾ കൂട്ടി ഉപയോഗിക്കുക, ഇതൊക്കെ രാഹു അനിഷ്ടസ്ഥിതിയിലുള്ളവരുടെ ലക്ഷണങ്ങളാണ്. ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിഷബാധ ഏൽക്കേണ്ടി വന്നേക്കാം. രാഹുവിന്റെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. 3, 11 ഭാവങ്ങൾ ഒഴിച്ച് മറ്റു ഭാവങ്ങളിൽ രാഹു സ്ഥിതിയുള്ള ജാതകർക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ രാഹു നൽകിക്കൊണ്ടിരിക്കും. അവരൊക്കെ തന്നെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. ലഗ്നത്തിലോ 5ലോ 6ലോ 8ലോ 12ലോ രാഹു നിൽക്കുന്നവർ, ശനി, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ദൃഷ്ടിയോഗമുള്ളവർ നിശ്ചയമായും രാഹുദോഷ ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അഷ്ടമത്തിൽ രാഹുസ്ഥിതിയുള്ളവർ സർപ്പസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതും അസമയങ്ങളിലുള്ള സഞ്ചാരവും ഒഴിവാക്കുക.
ഭരണി, പൂരം, പൂരാടം, ആയില്യം, കേട്ട, രേവതി, രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാരും രാഹുദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചാരവശാൽ ജന്മത്തിലും 8, 9 ഭാവങ്ങളിലും രാഹു സഞ്ചരിക്കുമ്പോഴും രാഹുദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രാഹുദോഷശാന്തിക്കായി സർപ്പാരാധനയാണ് മുഖ്യമായും അനുഷ്ഠിക്കേണ്ടത്. നാഗക്ഷേത്രങ്ങളിൽ ജന്മനക്ഷത്രം, ആയില്യം തുടങ്ങിയ ദിവസങ്ങളിൽ ദർശനം നടത്തുക. കുടുംബവുമായി ബന്ധപ്പെട്ട് കാവുകളോ സർപ്പാരാധനകളോ ഉണ്ടെങ്കിൽ അവിടെ വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ മുടക്കം വരാതെ നടത്തുക. രാഹു മഹാദശാകാലത്ത് ജാതകർ അനുഭവിക്കേണ്ടി വരുന്ന ഗുണദോഷ ഫലങ്ങളും ചില ദോഷപരിഹാരങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിൽ രാഹുവിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.